പുസ്തകങ്ങൾ ചിതലരിക്കാനും പൊടി പിടിക്കാനുള്ളതല്ല, വായിക്കപ്പെടാനുള്ളതാണ്. തീർച്ചയായിട്ടും വായിക്കപ്പെടാനുള്ളതാണ്. എഴുത്തുകളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്ന് വെച്ചാൽ യുവ എഴുത്തുകാരുടെ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിപ്പോകും. പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഉപകാരങ്ങളുണ്ട് നമ്മൾക്ക്. തീർച്ചയായിട്ടും വൈഡായിട്ട് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ചേക്കേറാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടല്ല നമ്മുടെ അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കൊരിക്കലും എഴുതാനിരിക്കുന്ന വേളയിൽ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല. പിന്നെ കണ്ടന്റ് ഇല്ലാത്ത പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ മറ്റൊരു വശമുള്ളത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയെ ഭയക്കണം നമ്മൾ. ഇന്ന് ഞാനിരിക്കുന്ന നീതുവിന്റെ മുന്നിലിരിക്കുന്ന ഞാൻ പോലും ഭയക്കണം. കാരണം ഇന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ മനുഷ്യർക്ക് യാതൊരുവിധ ഭയവും ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മൾ അങ്ങനെ ബ്ലെയിം ചെയ്യുമ്പോഴും ഒത്തിരി വായനക്കാര് കൂടിയില്ലേ? തീർച്ചയായും സോഷ്യൽ മീഡിയയിലൊക്കെ. അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ കയ്യിലുള്ള ഏതൊരു വ്യക്തിയും ക്യാമറാമാനാണ്, എഡിറ്ററാണ്. അത്തരത്തിൽ എല്ലാ കാര്യം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു വായിക്കുന്നതിനോളം വിശാലമായ ഒരു അവസ്ഥ സോഷ്യൽ മീഡിയയിൽ വായനകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഒരുപാട് പേരുടെ പുസ്തകങ്ങളിൽ അവരുടെ ഈ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾക്കുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് റീൽസ് രൂപത്തിലും ഓൺ വോയിസ് രൂപത്തിലൊക്കെ ആൾക്കാർ വായിച്ച് അതിനൊരു നല്ല മ്യൂസിക്കും BGM ഒക്കെ ഇട്ട് അതിൽ വീഡിയോസ് ഒക്കെ പ്ലേസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്ന കാലമാണ്. ഒരു പ്രശസ്ത എഴുത്തുകാരൻ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്ത എഴുത്തുകാരൻ എന്ന് പറയുമ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നമ്മുടെ സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞത് എഴുത്തുകളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്ന് വെച്ചാൽ യുവ എഴുത്തുകാരുടെ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എഴുതുന്നു, ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എഴുതുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള ജിസ്മയുടെ ഒരു ഒപ്പീനിയൻ. അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവം ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട്. അങ്ങനെ എഴുതുന്നവരുണ്ട്, അത് ആഘോഷിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാ എഴുത്തുകാരും അത്തരത്തിലല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരിക്കലും എഴുതാനിരിക്കുന്ന വേളയിൽ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല. ആ കഥയുടെ ആവശ്യം എന്താണോ അതാണ് ഞാൻ അവിടെ എഴുതുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ കഴിയുന്നത് അതാണ് ഞാൻ അവിടെ എഴുതുന്നത്. വായിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അത് വായിക്കപ്പെടാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ചിന്തിക്കുന്നില്ല. പിന്നെ വായന ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്, ആളുകൾ വായിക്കുന്നുണ്ട്. എങ്കിലും ഇത്രമാത്രം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് നടക്കുമ്പോഴും പുസ്തകങ്ങൾ ഇത്രമാത്രം സെയിൽ ചെയ്യപ്പെടുമ്പോഴും ഒരു മഹാഭൂരിപക്ഷ ആളുകൾ ഇപ്പോഴും വായനയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കാത്തവർ പോലും സോഷ്യൽ മീഡിയയിൽ അതെല്ലാം വായിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എൻ്റെ ചുറ്റുപാടുമുള്ള റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എൻ്റെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, അവരൊന്നും പുസ്തകം വാങ്ങി വായിക്കണമെന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന എഴുത്തുകൾ റാൻഡംലി അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ വരുമ്പോൾ അവരതൊന്ന് വായിച്ചു നോക്കും. എത്രയോ സ്റ്റാറ്റസ് എൻ്റെ ചുറ്റുപാടുള്ള പുസ്തകം കൈകൊണ്ട്, അതായത് പുസ്തകം പോയി കാശ് കൊടുത്ത് വായിക്കാത്ത എത്രയോ ആളുകൾ അവരുടെ സ്റ്റാറ്റസിലെല്ലാം ഞാൻ കാണുന്നത് നമ്മൾ വായിക്കുന്ന എഴുത്തുകാരുടെ കോട്ട്സുകളാണ്. മാധവിക്കുട്ടി ആവാം, അല്ലെങ്കിൽ ബഷീർ ആവാം, MT ആവാം. അവരുടെ എല്ലാം വരികൾ അവരുടെ ആ ഒരു ഇമോഷൻ അനുസരിച്ച് എടുക്കുകയും അത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു വായന തന്നെയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, എൻ്റെ ഒരു സംശയം പോലെ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ളത്. തെറ്റാണെങ്കിൽ തിരുത്താവുന്നതാണ്. എനിക്ക് ഈ മേഖലയിൽ ഞാൻ അങ്ങനെ ഒരാളെ അല്ല. വായിക്കുക എന്നുള്ളത് മാത്രമാണ്, വായിക്കുക, അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമാണ്. പണ്ട് കാലത്ത് പത്രത്താളുകളിൽ എഴുതി ആണ് ഒരാളുടെ ഒരു കൃതി പുറത്ത് വന്നുകൊണ്ടിരുന്നത്. ബഷീറൊക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ കാലത്ത് അങ്ങനെ വന്നിരുന്നു. അന്ന് അതായിരുന്നു വഴി. പുസ്തകങ്ങൾ അടിച്ചിറക്കുക എന്നുള്ളതിനേക്കാൾ ചെലവ് കുറവായിരുന്നു അന്നത്തെ കാലത്ത്. പത്രത്തിൽ ഒരു കോളം വാർത്ത പോലെ കൃതികൾ വരുന്ന ഒരു പക്തിയിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ഭാഷാപോഷണ ഉണ്ടായിരുന്നു. പിന്നീട് അതിലേക്ക് കുറച്ചുകൂടെ ചെലവാണ്. അന്ന് ഒരു 2 രൂപയുടെയോ 3 രൂപയുടെയോ ചെലവാണ് അന്നത്തെ കാലത്ത് അതിലേക്കൊരു കൃതി കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി വന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഇങ്ങനെ കൃതികൾ പ്രസിദ്ധീകരിച്ച് വന്ന് 2024 ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക.
അതില് ഒരു ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? എന്റെ ഒരു ഡൗട്ട് എന്നല്ല, തോന്നിയ ഒരു കാര്യം. നല്ലതല്ലേ, അതൊരു സാധ്യതയല്ലേ. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം നമ്മൾ കച്ചവടം ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു, പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഇതിൽ ജീവിക്കുന്നവർ പോലും അവർ പോകുന്ന ഇടങ്ങളും ഉടുക്കുന്ന വസ്ത്രങ്ങളും കാണുന്ന കാഴ്ചകളും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ വായനയ്ക്കും പുസ്തകങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് കാണുന്നത്. പിന്നെ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും രണ്ട് വശങ്ങളുള്ള പോലെ ഇത്തരം കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. പിന്നെ കണ്ടന്റ് ഇല്ലാത്ത പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു വശമുള്ളത്. എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഇല്ലാത്ത പുസ്തകങ്ങളൊന്നും അങ്ങനെ നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. മറന്നുപോകും. അതായത് എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ ആ വായിക്കുന്നവരെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളില്ലാതെ പുസ്തകങ്ങളൊക്കെ നിലനിൽക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എത്രമാത്രം. അതിന് പറഞ്ഞതിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു സിനിമയിലെ ഒരു സീൻ പോലെ, ഈ ഭക്ഷണം നല്ലതാണെന്ന് വൈറലായതുകൊണ്ട് വന്നതാ, പക്ഷെ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. പക്ഷെ നമ്മളത് എങ്ങനെ പറയും? എല്ലാവരും പറയുന്നത് പോസിറ്റീവ് റിവ്യൂ ആണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് റിവ്യൂ ഇട്ട ആൾക്കാർ നമ്മളെ അത് നമ്മുടെ വെറും തെറ്റായ ധാരണയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയെ ഭയക്കണം നമ്മൾ. ഇന്ന് ഞാനിരിക്കുന്ന നീതുവിന്റെ മുന്നിലിരിക്കുന്ന ഞാൻ പോലും ഭയക്കണം. കാരണം ഇന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ മനുഷ്യർക്ക് യാതൊരുവിധ ഭയവും ഇല്ല. അവർക്ക് നമ്മളെല്ലാവരും പണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ഫിലിം സെലിബ്രിറ്റികളെ മാത്രമാണ്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കഴിവുകളുള്ള എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനും അവരെ നന്നാക്കാനും തിരുത്താനും എല്ലാം ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ എത്ര മേലെ നിൽക്കുന്ന ഒരാളും മുന്നിൽ വന്ന് ഒരു മീഡിയയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ കയ്യിലുള്ള ഏതൊരു വ്യക്തിയും ക്യാമറാമാനാണ്, എഡിറ്ററാണ്. അത്തരത്തിൽ എല്ലാ കാര്യം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ മനുഷ്യരെയും, സമൂഹത്തിലെ ഓരോ മനുഷ്യരെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരിഷ്ടമല്ല എന്ന് തന്നെ പറയും. അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവരിഷ്ടമല്ലെങ്കിൽ ഇഷ്ടം. ഇന്നിപ്പോ നീതു പറഞ്ഞ പല കാര്യങ്ങളും എതിരഭിപ്രായമുള്ള സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ കാണാറില്ലേ? എന്റെ പുസ്തകത്തിനെ ആണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. അതിനെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന് കണ്ടന്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ കാലാകാലം നിലനിൽക്കാൻ അതിന്റെ ഒരു കണ്ടന്റ് ഇല്ലാതെ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചില സിനിമകൾ നമ്മൾ പറയും 100 കോടി ക്ലബിൽ കയറിയെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷം 100 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞ ഒരു സിനിമയെ നമ്മൾ ഓർത്ത് വയ്ക്കുന്നില്ല. എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടയാളപ്പെട്ട് കിടക്കുമ്പോഴോ, അതൊരു പോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത സിനിമയ്ക്ക് ശേഷം ഇന്നയാൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കത്തുക, ഈ പടം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഈ അടുത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ഓളം സൃഷ്ടിച്ച പുസ്തകങ്ങൾ പതിയെ ഇങ്ങനെ മങ്ങി പോകുന്ന ഒരു തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും ഇത് രണ്ടും സംഭവിക്കാം. മങ്ങാതെ ഇരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം വായനക്കാരാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ എനിക്കും നീതുവിനും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പുസ്തകം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാം. അതൊരു വസ്തുത. രണ്ടാമത്തെ വസ്തുത ഈ പറഞ്ഞ പോലെ സാധ്യതകൾ ഒരുപാടുണ്ടെന്ന്. ഇപ്പോൾ വായനയാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ സിനിമയാണെങ്കിലും ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, ഒരുപാട് സീരീസ് വരുന്നു, ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാംസ് വരുന്നു. ഷഫ്ലഡ് ആണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നമുക്കത് ഓർമ്മയിൽ ഇരിക്കാൻ തന്നെ നമുക്കൊരു സമയമില്ല എന്ന് പറയാം. അതിൽ ഏറ്റവും മികച്ചതിനെയാണ് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്. അപ്പം ഏറ്റവും മികച്ചതാവാൻ ഒരു സിനിമയുടെ കാര്യം പോലെ തന്നെ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എക്കാലവും അരുമയായ പക്ഷിയും ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യരും മാത്രമായിട്ടിരിക്കാനല്ല, അതിനും അപ്പുറത്തേക്കൊരു കൃതി ഉണ്ടാവണം. എനിക്ക് ഇപ്പോൾ എന്നെ പലരും വിശേഷിപ്പിക്കുന്നത് അരുമയായ പക്ഷി എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ പേര് സമ്പാദിച്ചു തന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരു ടൈറ്റിലിൻ്റെ പേരിലും ഞാൻ നിലനിൽക്കരുത്. ഞാൻ ഇനിയും വരുന്ന പുസ്തകം, അതായത് എൻ്റെ കൃതികൾ ഓരോന്ന് വരുമ്പോഴും അത് ഒന്നിൽ നിന്ന് അടുത്തത് മികച്ചതായിട്ട് പല കൃതികളുടെ പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത്. ഒരൊറ്റ കൃതിയിലേക്ക് എൻ്റെ പേര് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ കൃതികളും മികച്ചതായിട്ട് എല്ലാ കൃതികളും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എഴുതണം. അതാണ് ഓരോ സൃഷ്ടാവും ശ്രമിക്കേണ്ടത്. ഒരു സകാരാത്മക സൃഷ്ടി ഉണ്ടാക്കുന്ന ഏതൊരു മനുഷ്യനും, സിനിമയായിക്കോട്ടെ, ചിത്രങ്ങളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും അവിടെ മുന്നോട്ട് വരിക, വീണ്ടും മികച്ചത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എത്രയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്താലും അതിനൊരു പരിധിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മൾ അങ്ങനെ ബ്ലെയിം ചെയ്യുമ്പോഴും ഒത്തിരി വായനക്കാരെ കൂടിയില്ലേ?
തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ. അതുകൊണ്ടാണ് അത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയനെ നമ്മൾ എങ്ങനെ ബ്ലെയിം ചെയ്യും? സോഷ്യൽ മീഡിയ വായനയുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പോസിബിലിറ്റി ഉണ്ടാക്കിയ അവസ്ഥയുണ്ടല്ലേ നമുക്ക്. സോഷ്യൽ മീഡിയ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളത് ഇരിക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഒരുപാട്, ഇപ്പൊ വായനയുടെ കാര്യത്തിൽ ഇപ്പൊ ഞാനൊരു എഴുത്തുകാരിയായാൽ എനിക്ക് അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയാൻ പറ്റുക. പണ്ടും വായനയുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ പുസ്തകം വരുന്നു. ഇപ്പോൾ ഒട്ടും വായിക്കാത്ത ഒന്നുമില്ലാത്ത ആളുകളും ഈ ഫീഡിൽ നമ്മൾ റീൽസ് കാണുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് കാണുമ്പോൾ 2 വരി വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല പണ്ടത്തെ ഇന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഇന്ന് വായിക്കപ്പെടുന്നുണ്ട്. അതാ, അവരൊന്നും പ്രമോഷന് വേണ്ടി വന്നിട്ടില്ല, പക്ഷെ അവരില്ലാഞ്ഞിട്ട് പോലും ആ പുസ്തകങ്ങളെ ഏറ്റെടുത്ത് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, ആ വ്യക്തി ഇന്ന് ആ എഴുത്തുകാരനെന്നില്ല, പ്രശസ്തനായ എഴുത്തുകാരനെന്നില്ല, ആ പുസ്തകത്തിന്റെ റീലിട്ടിട്ട് ആ പുസ്തകം ഒരുപാട് വായിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ എല്ലാ പുസ്തകങ്ങളും വായനക്കാരിലേക്ക് എത്തുന്നു, പുതിയ വായനക്കാരുണ്ടാവുന്നു. ആ വായനക്കാരിൽ കുറച്ച് പേരെങ്കിലും സ്ഥിരമായിട്ടുള്ള വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സാഹിത്യത്തിന് അതല്ലേ വേണ്ടത്? പുസ്തകങ്ങൾ വായിക്കപ്പെടുക, പുസ്തകങ്ങൾ ചിതലരിക്കാനും പൊടിപിടിക്കാനും ഉള്ളതല്ല, വായിക്കപ്പെടാനുള്ളതാണ്. തീർച്ചയായിട്ടും വായിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കും വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ അറിയാവുന്നത്. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയുന്നത് അല്ലെങ്കിൽ മാധവിക്കുട്ടിയെ അറിയുന്നതെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം അത് കാലാതീതമായി നിലനിൽക്കാൻ അവർ പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും അതെല്ലാം അറിയും. പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഉപകാരങ്ങളുണ്ട് നമ്മൾക്ക്. തീർച്ചയായിട്ടും വൈഡായിട്ട് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ചേക്കേറാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടല്ല നമ്മുടെ അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പാഠപുസ്തക ആളുകളിൽ തന്നെ അവരെല്ലാവരും ഉണ്ട്. എത്ര കുട്ടികൾ ഇന്ന് നാട്ടിലെ ലൈബ്രറികളിൽ പോയി വായിക്കുന്നുണ്ടാവും? ഒന്നും വേണ്ട, സ്കൂളിലെയോ കോളേജുകളിലെയോ ലൈബ്രറികളെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ടാവും. കുറവാണ്. നേരെ മറിച്ച് ഫോണില് ബഷീറിന്റെയോ മാധവിക്കുട്ടിയുടെ ഒരു കോട്സ് കണ്ടാൽ വായിക്കും, അതിന്റെ താഴെയുള്ള പേരും ഒന്ന് നോക്കും. ഇപ്പൊ വായന പൂർണ്ണമായല്ലോ ലഭിക്കുന്നത്. നേരത്തെ ജിസ്മി പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ, അണ്ടർലൈൻ ചെയ്തെടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഇമേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ടായി ആ എഴുത്തിനെ പേസ്റ്റ് ചെയ്തൊക്കെ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സംഗീതത്തിൽ നമ്മളിങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പേര് പരിചിതമാണ്. ഇത് ഇന്നയാളുടെ വേർഡാണ്, ഇത് ഏത് കൃതിയിലെയാണെന്ന് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഏത് നോവലിലെ ഏത് സാഹചര്യത്തിലാണ് ഈ റൈറ്റർ അത് എഴുതിയത് എന്ന് പോലും അറിയലുണ്ടാവില്ല. പക്ഷെങ്കിൽ ഓക്കെ, അതിന്റെ താഴെ ബഷീർ എന്നോ വൈക്കം മുഹമ്മദ് ബഷീർ എന്നോ ഫുൾ നെയിം ഉണ്ട്. അങ്ങനെ ഒരു പരിചയം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഉണ്ടാവുന്നുണ്ട്. അത് ഒട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൗതുകമില്ലാത്ത ആളുകളിലേക്കും അത് എത്തുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡ് ആവാം, അല്ലാതിരിക്കാം. കൂടുതൽ ആളുകളും ലൈബ്രറിയിൽ പോവാനും ഒരു പണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന, ഞാനൊക്കെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ എൻ്റെ 2 പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ച ഭാഷ പോലും, എന്നെ വാക്കുകൾ പോലും ഒരു പഴമയുടേതാണ്. ഈ 2025 ഇരിക്കുന്ന ഞാൻ എഴുതിയ കൃതിയിലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ചൊരു കാലഘട്ടത്തിന്റെ ഭാഷയാണ് ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സിറ്റ് ഔട്ട് എന്ന് ചേർക്കേണ്ട സ്ഥലത്ത് ഞാൻ ഉമ്മറം എന്ന് ചേർക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പഴമ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എക്കാലത്തും ഉണ്ട് അത്, അതിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത് വായനയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നുണ്ട്. ലൈബ്രറിയിലേക്കാണെങ്കിലും കോളേജിലെ ലൈബ്രറി ഇടനാഴികളിലാണെങ്കിലും കുട്ടികളെ കൂടുതൽ കാണാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. അത് ട്രെൻഡിന്റെ അവസ്ഥയാവാം, അല്ലാതിരിക്കാം. എന്താണെങ്കിലും അത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വായിക്കണം എന്ന തോന്നല് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പൊതുവെ എല്ലാവർക്കും വായന ഇല്ലെങ്കിൽ പോലും വീടിനുള്ളിൽ കുറച്ച് പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് പോലും ഒരു ഇഷ്ടമായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് പതിയെ പതിയെ വായനയിലേക്ക് വരും. അവരല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയെങ്കിലും അത് സ്വീകരിക്കും എന്നുള്ളത്, വായിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എഴുത്തുകാരി ആയതുകൊണ്ടല്ല, ഒരു വായിക്കുന്ന ഒരാളായത് തന്നെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് വായിക്കുക എന്നുള്ളത്. നമ്മളെ കൂടുതൽ അറിയുവാനും നമ്മൾക്കപ്പുറമുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ അറിയുവാനും എനിക്ക് തോന്നുന്നു വായിക്കുന്നതിനോളം വിശാലമായ ഒരു അവസ്ഥ മറ്റൊന്നുമില്ല. ഇപ്പോൾ സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ, മറ്റു പല എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ വായനാ തലങ്ങൾ സമ്പാദിച്ചു തരുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യനെ ഏറ്റവും വിശാലമാക്കുന്നത്, അവന് ഭാരമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
അവൻ എല്ലാവരെയും തുല്യമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ വായന തന്നെയാണ്. ഒരു മനുഷ്യനെ എല്ലാ കാഴ്ചകളും അവനക്ക് തുല്യമായി കാണാൻ കഴിയുന്നത്, എല്ലാവരെയും ഒരേ പോയിന്റിൽ അവനക്ക് കാണാൻ കഴിയുന്നത്, വിദ്വേഷങ്ങളില്ലാതെ ഒരാളെയും മാറ്റി നിർത്താതെ ഒരേ പോയിന്റിൽ അവനക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നത് അവനക്ക് വായന നൽകുന്ന ഒരു കരുത്താണ്. അതിന് വായന എല്ലാവരും, നമ്മളാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും വായനയിലേക്ക് വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ജിസ്മ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എഴുത്തുകളിലൊക്കെ ഒരു പഴമയുണ്ട് എന്നുള്ളത്. ജിസ്മ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയാലും ജിസ്മയുടെ വേഷവിധാനത്തിൽ, ജിസ്മയുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒക്കെ വേറെയാണ്. പക്ഷെ ജിസ്മയുടെ എഴുത്തിലുള്ള ഒരു പഴമ, അത് നമുക്കൊരു എന്താ പറയാ, എനിക്കത് ഫീൽ ചെയ്തത് MTയുടെ ചില നോവലുകൾ, പഴയ നായർ തറവാട്, MTയുടെ കുട്ടിയെടുത്തി നോവലിലൊക്കെ ഉപയോഗിച്ച കുറച്ച് വാക്കുകളുണ്ട്. അകത്തളങ്ങളിലെ സ്ത്രീകളെ എങ്ങനെയായിരിക്കും എന്ന് കാണി, എനിക്ക് എവിടെയൊക്കെയോ ഐഷേനെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാൻ കമ്പയർ ചെയ്യല്ല, എഴുത്തിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞതാണ്. പഴമയെ എങ്ങനെ ജിസ്മ എഴുതി ഫലിപ്പിച്ചു എന്നുള്ളതിനെ പറ്റി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ ജിസ്മ ഫൈസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു MT പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നായിരുന്നു കുറേയൊക്കെ. MTയുടെ കുട്ടിക്കാലത്ത് MT ജനിച്ചു വളർന്ന ഒരു റിലീജിയനിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ജിസ്മ പറയുന്നതേ അതല്ല, അങ്ങനെ ഒരു എഴുത്തേ അല്ല നമുക്ക് കിട്ടുന്നത്. ഈ ഒരു MTയുടെ ഒക്കെ പോലത്തെ ഒരു എഴുത്താണ്. അതെങ്ങനെ വന്നു? ഇപ്പൊ സംസാര രീതിയാണെങ്കിൽ പോലും ഈ ഉമ്മറം എന്നുള്ള വാക്കുകൾ, അങ്ങനെ പഴമ തോന്നിക്കുന്ന ഒരുപാട് വാക്കുകൾ ജിസ്മയുടെ 2 നോവലുകളിലും ഉണ്ട്. അത്തരം വാക്കുകളാണ് ഉള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു നേച്ചർ ഓഫ് റൈറ്റിംഗ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും. ഇപ്പോൾ ഇത് പറഞ്ഞ ഒരു കമ്പാരിസൺ എന്നെ സംബന്ധിച്ച് വലിയൊരു പുരസ്കാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മഹാനായ വ്യക്തിയെ ചേർത്ത് എൻ്റെ പേര് പറയുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നീതുവിന്റെ കണ്ണിൽ അത് തോന്നി എന്നുള്ളത് എനിക്ക് തോന്നിയത് പൊതുവെ അങ്ങനെ ഒരു എഴുത്താണ്. ഒരു ആരോടും പരിഭവവും പരാതിയും ഇല്ലാത്ത സ്ത്രീകളെ, കുട്ടിയെടുത്തി എന്ന് പറയുന്ന MTയുടെ നോവൽ, എനിക്ക് അവരെ അഡ്രസ്സ് ചെയ്ത്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു പരാതിയും പരിഭവവും ഇല്ല. അവരടുക്കള ജോലികൾ ഒരു യന്ത്രം കണക്കി, എണ്ണയിട്ട യന്ത്രം കണക്കി അവരിങ്ങനെ ചെയ്യുന്നു. അവർ തളർന്നിരിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരുപാട് മാനറിസംസ് MT വർണ്ണിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തളർന്നിരിക്കുക. ഇത് പലരും അദ്ദേഹത്തെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു തണുത്ത വായന, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പല കാര്യങ്ങളാണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പലതും ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പുസ്തകം. അപ്പം അത്തരം പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു തണുത്ത അവസ്ഥ, മനസ്സ് കുളിർക്കുന്ന കുറേ വഴികൾ ഇതിൽ വെട്ടിയിട്ടിട്ടുണ്ട് ജിസ്മ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഷയാണത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പാലക്കാടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം ജീവിച്ചു തീർത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ അഗ്രഹാരങ്ങളും അവിടുത്തെ സുഹൃത്തുക്കളും ആ ഒരു പ്രഭാതങ്ങളും ഈ സായാഹ്നങ്ങളും എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. എനിക്ക് എക്കാലത്തും, എൻ്റെ എല്ലാ കാലത്തും എൻ്റെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലത്തെ ആ ഒരു ഓർമ്മകളും എന്നെ സ്വാധീനിച്ച കുറേ വാക്കുകളും, പിന്നെ എൻ്റെ ഒരു നേച്ചർ അതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇനി എത്രമാത്രം ഒരു അർബനൈസ് ചെയ്യാൻ, എൻ്റെ കൃതികളെ എത്രമാത്രം അർബനൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാലും എൻ്റെ ഒരു തലം ഇങ്ങനെയൊക്കെ തുടരുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എൻ്റെ ഒരു സ്ഥായിയായ ഭാവം അതൊക്കെ തന്നെയാണ്. അതൊരു പക്ഷേ എൻ്റെ എഴുത്തിൽ പ്രതിഫലിപ്പിച്ചേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അങ്ങനെ ഒരു പഴമ കൊണ്ടുവന്നതായിട്ട് തോന്നി. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ പാലക്കാടുള്ളൊരു ജീവിത രീതിയും അവിടുത്തെ അഗ്രഹാരങ്ങളും അവരുപയോഗിക്കുന്ന വാക്കുകളും ആയിരിക്കാം സ്വാധീനിച്ചത്. എന്തായാലും 2 പുസ്തകങ്ങളും വളരെ സക്സസ്ഫുൾ ആണ്. 2നും വായനക്കാരുണ്ട്, 2 ടൈപ്പ് വായനക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അരുമയായ പക്ഷിയാണ് കൂടുതലും ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത്. അതെ, അരുമയായ പക്ഷിക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പുസ്തകമാണ്. ഇപ്പോൾ ഏതൊരു എഴുത്തുകാരിയെ സംബന്ധിച്ചും ആദ്യത്തെ പുസ്തകം എന്നുള്ളത് വലിയ ആശങ്കയാണ്. എൻ്റെ ആശങ്കകളെല്ലാം എന്താ പറയുക ഇല്ലാതാക്കിക്കൊണ്ടാണ് അതിന് വായനക്കാരെ എനിക്ക് സമ്പാദിച്ച് കിട്ടിയത്. ഇത് പറയുമ്പോൾ
ഒരു ആദ്യത്തെ നോവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്നിരുന്ന ഒരാളല്ല, ചിത്രം വരയ്ക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് എഴുത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇത്ര മാത്രം ഒരു വർഷമായിട്ടില്ല, അതിന് 8,000 കോപ്പിയോളം വിറ്റഴിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അരുമയായ പക്ഷിയാണ്. പക്ഷേ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ ഈ അടുത്ത് ഇറങ്ങിയൊരു കൃതിയാണ്. അത് ഇനിയും ആളുകളിലേക്ക് എത്തേണ്ട ഒരു കൃതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ജീവിതത്തെ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യരും കൂടുതൽ വായനക്കാരിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അരുമയായ പക്ഷി ഇത്രയും വായനക്കാരെ തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ വായനക്കാർ ആ സ്നേഹം, ആ പുസ്തകത്തിനോടുള്ള സ്നേഹത്തിനേക്കാൾ അപ്പുറത്തേക്ക് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിലേറെ സന്തോഷം തരുന്നൊരു കാര്യം. എന്തായാലും ജിസ്മ ഫൈസ് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ 2 പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്ന് ഒരു വായനക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് ഉയരങ്ങൾ ജിസ്മയെ കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ജിസ്മയെ കാത്ത് ഒരുപാട് ഉയരങ്ങളുണ്ട് എന്നതിനേക്കാൾ അപ്പുറം ഇനിയും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നല്ല എഴുത്തുകൾ ജിസ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. 3ാമത്തെ പുസ്തകത്തിന്റെ ഒരു പണിപ്പുരയിലാണ് ജിസ്മ എന്ന് തീർന്നു. അത് വളരെ അടുത്ത് തന്നെ അത് പബ്ലിഷ് ആവും. ഇറങ്ങേണ്ടതായിരുന്നു. അപ്പൊ 2ാമത്തെ നോവൽ ഇതിനിടയ്ക്ക് ഇറങ്ങിയ കാരണം അത് കുറച്ച് ടൈം എടുത്തിട്ട് ഇറങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതാണ്. 3ാമത്തെ നോവൽ ഇതുപോലെ എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതും മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു 2 ഡയമെൻഷനിൽ, ഒരു ജീവിതത്തെ 2 ഡയമെൻഷനിൽ നോക്കിക്കാണുന്ന ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. തികച്ചും ഇതിൽ നിന്നും വേറൊരു പാറ്റേൺ ആണ് ഞാൻ അതിൽ, അത് എത്രമാത്രം എൻ്റെ വായനക്കാർ അത് സ്വീകരിക്കും എന്നുള്ളത് അറിയില്ല. വായിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാഹിത്യത്തിൽ നിലനിൽക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഞാൻ എഴുതേണ്ടതും, അതിനു വേണ്ടിയാണ് യാത്ര തുടരുന്നതും. തീർച്ചയായും ആ യാത്ര നല്ല രീതിയിൽ തുടരാൻ തന്നെ സാധിക്കട്ടെ. ഇടയ്ക്ക് എവിടെയും ബ്രേക്കായി പോവാതെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് വായനക്കാർക്ക് വേണ്ടി ജിസ്മ ഫൈസ് എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ 2 പുസ്തകങ്ങളും കൂടുതൽ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം വരാൻ പോകുന്ന പുസ്തകത്തിനും നോവലിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.